ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം. ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട ഒരു ജോലിയും ചെയ്യരുത്. നിയമാവർത്തന പുസ്തകത്തിൽ 5-ാം അധ്യായം 13 മുതൽ 14 വരെ 6 ദിവസം അധ്വാനിക്കുകയും എല്ലാ ജോലികളും നിവൃത്തിയാക്കുകയും ചെയ്തു കൊള്ളുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് നീ ഒരു ജോലിയും ചെയ്യരുത്. നീയും നിന്റെ മകനോ മകളോ, ശ്രദ്ധിക്കണം, ദാസനോ ദാസിയോ ഒരു ജോലിയും ചെയ്യരുത്. എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിനെ പോലെ തന്നെ വിലപ്പെട്ട ആത്മാക്കളാണ് ആരുടെ ആത്മാവ്? നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന വീട്ടു ജോലിക്കാരുടെ ആത്മാവും. ഞായറാഴ്ച അവർക്ക് വിശ്രമം നൽകണം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ. നിങ്ങളുടെ പറമ്പിൽ തല പോയാലും ഒരു ജോലിയും ചെയ്യിപ്പിക്കരുതും. ചില മനുഷ്യർക്ക് ഒഴിവുള്ള ദിവസങ്ങളാണ് ഞായറാഴ്ച. അവർ പറയും ഞാൻ ഞായറാഴ്ച വന്ന് ചെയ്യാമെന്ന്. ഈ സത്യം പറയുന്ന ഒരമ്മ, ഒരപ്പൻ, എന്നെ കേൾക്കുന്ന ഒരു സഹോദരി, സഹോദരൻ എവിടെ ആയിരുന്നാലും ഞാൻ എന്നോട് പറയാം, ഈ 2 കൽപ്പനകൾ ഒന്നു ചേരുന്ന ഒരു കൽപ്പനയിൽ സാബത്ത് എന്ന ഞായറാഴ്ച പരിശുദ്ധമായി ആചരിക്കാൻ നിങ്ങൾ തീരുമാനമെടുത്താൽ നിങ്ങൾ സ്വർഗത്ത് ചെന്ന് കഴിയുമ്പോഴും സ്വർഗത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും യേശു അനുഗ്രഹിക്കുന്നതായി കാണാൻ കഴിയും. ആരുടെയെങ്കിലും വീട്ടിൽ വീട്ടുജോലിക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൽപ്പന പ്രകാരം അവർക്ക് ഒരു ലീവ് കൊടുക്കണം ഞായറാഴ്ച. അത് കർത്താവിൻ്റെ മനസ്സാണ്. നമ്മൾ ഒരു ജോലിയും, അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കുക, പള്ളിയിൽ പോകുക, കുർബാനയിൽ പങ്കെടുക്കുക, മക്കളെയും കൊച്ചുമക്കളുമായിട്ടൊക്കെ ഒരുമിച്ചിരിക്കുക, സ്നേഹിക്കുക, വർത്തമാനം പറയുക, ഞായറാഴ്ച മാക്സിമം പ്രാർത്ഥനാ ദിനമാക്കി മാറ്റുക, നമ്മുടെ സകല കെട്ടുകളെയും അഴിക്കും. ദൈവാരാധനയാണ് പ്രാധാന്യം. ആ ദിവസങ്ങളിൽ പോകരുതും. നിങ്ങൾ എപ്പോഴെങ്കിലും ഞായറാഴ്ച ബോധപൂർവം മനഃപൂർവ്വം പള്ളിയിൽ പോകാതിരുന്നെങ്കിൽ കുമ്പസാരിച്ചിട്ട് ഇനിയുള്ള നാളുകളിൽ പണ്ട് ചെയ്തു പോയ തെറ്റിൻ്റെ പരിഹാരവും പ്രായശ്ചിത്വം എന്താണെന്നറിയോ? ഇനിയുള്ള നാളുകളിൽ എല്ലാ ഞായറാഴ്ചകളിലും കുർബാനയ്ക്ക് പോയിട്ട് കൊച്ചുമക്കളെ വശീകരിക്കാൻ തക്ക വിധത്തിൽ സ്നേഹം ചാലിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് പറഞ്ഞുകൂടെ, എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, ഞായറാഴ്ച കുർബാന നിർത്തിയിട്ട് മതബോധനം നടത്തിയിട്ട് നീ ഒരു ട്യൂഷന് പോണ്ട. ദൈവം നിന്നെ പഠിപ്പിക്കൂടാ. 6 ദിവസം പഠിക്കുന്നത് 7-ാം ദിവസം ദൈവിക ജ്ഞാനമായി വെളിപ്പെടുമെന്നൊന്ന് പറഞ്ഞൊന്ന് പരിശീലിപ്പിച്ച് നോക്കിയ മക്കളോട്. ഞായറാഴ്ചയാണ് ഇപ്പോൾ എല്ലാ ക്ലാസ്സും വരുന്നത്, എല്ലാ ഇൻ്റർവ്യൂ വരുന്നത്, എല്ലാ ജോലി വരുന്നത്. കാരണം പിശാച് മോഷ്ടിച്ച് കഴിഞ്ഞു അത്.